വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിൽ അപകടങ്ങൾ തുടർക്കഥ. അധികാരികളുടെ അവഗണനയ്ക്കെതിരെ കാരാട് അങ്ങാടിയിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. കാരാട് മൂളപ്പുറം ചണ്ണയിൽ പള്ളിയാളി റോഡാണ് അധികൃതരുടെ അവഗണനയാൽ തകർന്നു കിടക്കുന്നത്. നവീകരണത്തിൻ്റെ ഭാഗമായി JCB ഉപയോഗിച്ച് പൊളിച്ചിട്ട അതേ അവസ്ഥ ഇപ്പോഴും തുടരുകയാണ്. ലഭ്യമായ പണം വിനിയോഗിക്കുന്നതിനും സാങ്കേതിക തടസ്സം നിലനിൽക്കുകയുമാണ്. ഈ റോഡിൽ അപകടങ്ങൾ തുടർക്കഥയായ സാഹചര്യത്തിലാണ് അടിയന്തിരമായി റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ റോഡ് ഉപരോധിച്ചത്. കാരാട് അങ്ങാടിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP വാസുദേവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഒരു 60 കൊല്ലത്തോളം പഴക്കമുള്ള റോഡുണ്ട്. ഫ്ലഡ് സ്കീമിൽ പാസ്സായ റോഡാണ്. ഈ റോഡിന് വിഷയം എന്ന് വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ മുമ്പേ ഉണ്ടായിട്ടുണ്ട്. അത് ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞ് സാങ്കേതികത്വം പറഞ്ഞ് ഇങ്ങനെ മാറ്റി വെക്കലാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നവകേരള സദസ്സിൽ ഒരു 6 കോടി നമ്മൾ കൊണ്ടോട്ടി പരിപാടിയിൽ വെച്ചിട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തതിന് അടിസ്ഥാനത്തിൽ പാസ്സായിട്ടുണ്ട്. ആ ഫണ്ട് പാസ്സായത് ഇതിൽ ചിലവഴിക്കുന്നില്ല ആ വിഷയം. അതിന് അവരിപ്പോൾ പറയുന്ന കാരണം സാങ്കേതിക കാരണം എന്ന് വെച്ചാൽ ഇത് ജില്ലാ പഞ്ചായത്ത് റോഡായതുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന് ഫണ്ട് ഇതിൽ ചിലവഴിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് വ്യക്തമായ ഒരു NOC അവരുടെ ഭാഗത്ത് കിട്ടണമെന്നാണ് പറയുന്നത്. അത് കിട്ടാത്തതിൻ്റെ പേരിലാണ് ഈ ഫണ്ട് പാസ്സാവാത്തത്. അത് കിട്ടാനുള്ള നടപടിക്രമങ്ങൾ ആരുടെ ഭാഗത്തും ഉണ്ടാകുന്നില്ലാണ്. ഈ റോഡ് അതിൻ്റെ ഇടയ്ക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചിട്ട് ഒരു കോടി 2 കോടി എത്രയാണ് 1 കോടി ഫണ്ട് വെച്ചിട്ട് ഒരു വർക്ക് തുടങ്ങിയിരുന്നു. ആ വർക്ക് തുടങ്ങിയ കോൺട്രാക്ടർ ആ റോഡ് പൊളിച്ചിട്ടു. പല ഭാഗത്തും ആ റോഡ് പൊളിച്ചിട്ട് അന്ന് പ്രവൃത്തി ഉദ്ഘാടനം എന്ന് പറഞ്ഞുകൊണ്ട് ചണ്ണയിൽ പള്ളിയാളിൽ വെച്ചിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത് പ്രവൃത്തി ഉദ്ഘാടനം നടന്നിട്ടുണ്ട്. അത് നമ്മുടെ ഈ 4-5 കിലോമീറ്റർ വരുന്ന റോഡിൻ്റെ പല ഭാഗങ്ങളും പൊളിച്ചിട്ടതിന് ശേഷം പിന്നെ വർക്ക് നടത്തിയില്ല. അതിൻ്റെ പാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ മെയിൻ പ്രശ്നം. ആ പൊളിച്ചിട്ട കോൺട്രാക്ടറെ നിലക്ക് നിർത്താൻ അധികാരികൾ കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണ് മനസ്സിലാകുന്നില്ല. ആ പൊളിച്ചിട നന്നാക്കിയതായിരുന്നു, അത് നന്നാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ദുർഘടമായ റോഡിലൂടെ ഇപ്പോൾ പോകുന്നത്. ജില്ലാ പഞ്ചായത്ത് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തൊക്കെ ഇടപെട്ടുകൊണ്ട് ഈ റോഡ് ഏറ്റെടുക്കാനുള്ള നടപടി സ്വീകരിക്കാത്തത്തോളം കാലം ഇതങ്ങനെ തുറന്നു പോകും. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ഗ്രാമങ്ങൾ കാരാട്, തിരുത്തിയാട്, പൊന്നാമ്പാടം, ചുങ്കപ്പള്ളി, മൂളപ്പുറം, MT ബസാർ തുടങ്ങിയ ഒരുപാട് പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന റോഡാണ്. ഈ റോഡ് വാഴക്കാട് ഫോറോക്കോളി റോഡ് വരുന്നതിന് മുന്നേ വന്ന റോഡാണ്. പക്ഷേ അന്ന് മുതൽ അധികാരികളുടെ അശ്രദ്ധ കൊണ്ടും അല്ലെങ്കിൽ അവഗണന കൊണ്ടും മാത്രമാണ് ഈ റോഡ് ഇങ്ങനെ പോകുന്നത്. ഈ അടുത്ത് ഒരു സ്ത്രീ റോഡിൽ നിന്ന് വീണ് ഡയാലിസിന് പോവുകയായിരുന്നു. ആ സ്ത്രീയുടെ പരാതിയിൽ പോലും പോലീസ് കേസെടുത്തിട്ടില്ല. ഏതായാലും ഈ റോഡിൻ്റെ പ്രശ്നം ഇപ്പോൾ നടക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ പാസ്സായ ഫണ്ട് വിനിയോഗിക്കാനുള്ള സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.